ഇന്നലെ രാത്രി ഈ സമയം എന്ന് പറയുന്നത് ഇയാളെ അറസ്റ്റ് ചെയ്യാൻ പി വി അൻവറിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകും എന്നുള്ള വാർത്തകൾ ആദ്യം പരക്കുന്ന ഒരു സമയമാണ്. 7-8 മണിയോടുകൂടിയാണ് ആ വാർത്തകൾ പരക്കുന്നത്. പിന്നെ അവിടെ നിന്ന് രാത്രി പൂർണ്ണമായും പോലീസ് ഒതായിലെ അദ്ദേഹത്തിന്റെ വീട് വളയുന്നൊരു സാഹചര്യം, വീട്ടിലെത്തുകയും തുടർന്ന് അങ്ങോട്ട് സംസാരങ്ങൾക്കൊടുവിൽ അവസാനം ഒരു 11 മണി അല്ലെങ്കിൽ അവിടെ കഴിയുന്നതോടുകൂടി അൻവറിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന കാര്യം ഇന്നലെ രാത്രിയുള്ള വാർത്തയെങ്കിൽ ഇന്ന് വാർത്ത തിരിച്ചാണ്. ആ അറസ്റ്റ് ചെയ്ത കേസിൽ മജിസ്ട്രേറ്റ് കോടതിയിൽ തന്നെ അൻവറിന് ജാമ്യം ലഭിച്ചിരുന്നു. ജാമ്യത്തിന്റെ ഉത്തരവുമായി ഇപ്പോൾ അതിന്റെ പ്രവർത്തകർ നേരിട്ട് അവിടെ എത്തുന്നതോടുകൂടി 8 മണിയോടുകൂടിയെങ്കിലും അവിടെ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. 9 മണിയോടെങ്കിലും പി വി അൻവർ ജയിലിൽ നിന്ന് പുറത്തിറങ്ങും. പിന്നെ പി വി അൻവർ ഒതായിലുള്ള അദ്ദേഹത്തിന്റെ വീട് വരെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി വരുന്ന, ഇന്നലെ എങ്ങനെയാണോ പോലീസിന്റെ അകമ്പടിയോടുകൂടി അവിടെ പോയെങ്കിൽ, അല്ലെങ്കിൽ ജയിലിലേക്കാണ് പോയെങ്കിൽ ജയിലിൽ നിന്ന് ഇറങ്ങി പ്രവർത്തകരുടെ അകമ്പടിയോടുകൂടി വീട്ടിലെത്തുന്ന പി വി അൻവറിന്റെ ദൃശ്യങ്ങളാണ് ഇന്ന് രാത്രി ജനങ്ങൾ കാണാൻ പോകുന്നത്. ഒരൊറ്റ 24 മണിക്കൂറിന്റെ ആയുസ് പോലും ആ ജയിലിൽ അടയ്ക്കുന്ന ഒരു പ്രക്രിയയ്ക്ക്, അല്ലെങ്കിൽ ഒരു പക്ഷേ വളരെ രാഷ്ട്രീയ പ്രേരിതമാണെന്ന് ആക്ഷേപം ഉയർന്ന, ഭരണകൂട ഭീകരതയാണെന്ന് ആക്ഷേപം ഉയർന്ന ആ നടപടിക്ക് ഉണ്ടായില്ല എന്നുള്ളത് തീർച്ചയായും സർക്കാരിന് തിരിച്ചടിയാവുന്ന കാര്യം തന്നെയാണ്. ഇന്നലെ പകൽ 11:45 ഈ അക്രമം നടക്കുന്നത്. അന്ന് വൈകിട്ട് 4 മണിയോടുകൂടി FIR ഇട്ടു. അതേസമയം വളരെ പെട്ടെന്ന് അറസ്റ്റിലേക്ക് നീങ്ങുകയും വലിയ പോലീസ് സന്നാഹത്തോടുകൂടി അൻവറിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി അൻവറിനെ ജയിലിലാക്കി കുറച്ചു ദിവസം കിടത്താമെന്നുള്ള ഒരു തീരുമാനമായിരുന്നു. പക്ഷെ അതിൽ നിന്നും നിന്നില്ല. അദ്ദേഹത്തിന് ഉയർത്തിയ വാദങ്ങൾ, പ്രോസിക്യൂഷൻ ഉയർത്തിയ വാദങ്ങൾ, പോലീസ് ഉയർത്തിയ വാദങ്ങളൊക്കെ തന്നെ തള്ളിക്കൊണ്ട് അദ്ദേഹത്തിന് ജാമ്യം ലഭിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അൻവറിന്റെ രാഷ്ട്രീയ മേൽക്കോയ്മയും അതോടൊപ്പം തന്നെ LDF-നും സർക്കാരിനും ഒരു തിരിച്ചടിയുമാവുന്ന ഒരു സാഹചര്യമാണ്